മണിക്കൂറുകളോളം പച്ചരി കുതിർക്കാതെയും അതുപോലെ തന്നെ അരയ്ക്കാതെയും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാം. നല്ല സോഫ്റ്റാണ്. സാമ്പാറിൻ്റെയും ചട്നിയുടെയും കടലക്കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാനിവിടെ ഈ ഒരു കപ്പുണ്ടല്ലോ 250 ml മെഷറിംഗ് കപ്പിൻ്റെ 3/4 കപ്പ് ഉഴുന്ന് ഒരു 2-2.5 മണിക്കൂറായിട്ടോ ഇതൊരു കുതിർക്കാനിട്ടിട്ട് ഉഴുന്ന് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. നല്ല മയത്തിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ വേറെ പച്ചവെള്ളമൊന്നും ഒഴിക്കേണ്ട, ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെ ഒഴിക്കാൻ. അതുപോലെ തന്നെ 1/2 കപ്പ് ചോറും കൂടി എടുത്തിട്ടുണ്ട്. മട്ടയരി ഒഴിവാക്കിയിട്ട് ഇതുപോലെ വെള്ള അരി കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ ഇഡ്ഡലി കാണാനും നല്ല ഭംഗി. അപ്പോൾ ഇത് നല്ല മയത്തിൽ നല്ല വെണ്ണ പോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ച് വന്ന ഈ ഉഴുന്ന് അരഞ്ഞോന്നറിയാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ടിപ്പാണ്. നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഉഴുന്ന് ഒരിച്ചിരി ഒന്നും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ മുകളിൽ പൊങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ നിർത്തി അരയ്ക്കണം. മിക്സി ചൂടാവാൻ പാടില്ലേ. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പം പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമ്മൾ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. നമ്മളെടുക്കുന്ന ആ ഒരു ബ്രാൻഡ് തന്നെ എടുത്താൽ മതി, സ്ഥിരം യൂസ് ചെയ്യുന്നത്. അതും ആ ഒരു കപ്പിൻ്റെ 1.5 എടുത്തിട്ടില്ല. ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഒരു 1/2 കപ്പ് എടുത്ത് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. നമ്മളെപ്പോഴും ഈ ഒരു മാവ് ഇഡ്ഡലി ആയാലും ദോശ ആയാലും അപ്പത്തിൻ്റെ ആയാലും കൈ കൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴേ ആ ഒരു ഫെർമെൻറ്റേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മയത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് പതപ്പിച്ചിങ്ങനെ കുഴച്ചെടുക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് കട്ട കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. സാധാരണ കട്ട ഉണ്ടാവാറുണ്ട് നമ്മളങ്ങനെ പുട്ടുപൊടി കുഴയ്ക്കുമ്പോൾ. അപ്പം നമുക്ക് ഇതേപോലൊരു വിക്സ്ക് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുട്ടുപൊടി ആകുമ്പം അതിന് ചെറിയൊരു തരിതരിപ്പ് കാണും. ആ ഒരു മാവാണ് ഇഡ്ഡലിക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പുഴുങ്ങലരിയാണ് കൂടുതലും പുട്ടുപൊടിക്ക് എടുക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന ബ്രാൻഡിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പൊടിയിലൊക്കെ. അങ്ങനെ ദേ അടുത്ത ദിവസം രാവിലത്തെ കാഴ്ചയാണ്. രാത്രിയാണ് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചത്. ഒരു 8:30 മണിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പം അടുത്ത ദിവസം രാവിലെ ഒരു 7:30 മണിയായപ്പോൾ ഉള്ള കാഴ്ചയാണ്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് പൊളിച്ചിട്ടുണ്ട്. ഈ ഒരു തവി വെച്ച് ഞാനിങ്ങനെ മാറ്റി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ടെക്സ്ചർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ ആണെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് അങ്ങനെ അരച്ച് വെക്കാറുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിവിടെ അങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ നമ്മൾ അടുത്ത ദിവസമാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാറുള്ളത്. ഇനിയിപ്പം ട്രൈപോഡ് വെക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു കേട്ടോ. എല്ലാം ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. രാവിലെ മക്കൾക്കൊക്കെ പോകണം. അപ്പം എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കണം. അങ്ങനെ ഞാനിത് എടുത്താണ് കേട്ടോ. അപ്പം ഈ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് നല്ലെണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. എപ്പോഴും നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ നല്ലെണ്ണ എടുക്കാവൂ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിവാക്കണേ. നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇഡ്ഡലിയൊക്കെ നല്ല സുടുസുടാ നല്ല പൂ പോലെ പഞ്ഞി പോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് സ്പൂണും കാര്യങ്ങളും ഒന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ അടർത്തിയെടുക്കാം. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ബുദ്ധിമുട്ട്. അങ്ങനത്തെ നമ്മളിത് മുറിച്ച് കാണിച്ചു തരാമേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തിൻ്റെ കൂടെങ്കിലും കഴിക്കാമേ. സാമ്പാറിൻ്റെയോ ചട്നിയുടെയോ അതുപോലെ തന്നെ കടലക്കറിയുടെയോ നോൺ വെജ് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമ്മളിന്നിപ്പം കടലക്കറിയുടെ കൂടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.